എൻ്റെ എല്ലാ FB കൂട്ടുകാർക്കും SB മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെ ഒരു ബ്ലോഗ് നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. ഇതിൽ ഞാൻ നിങ്ങളുമായി പറയാൻ പോകുന്നത്, നമ്മൾ മുമ്പ് നോക്കിയത് എങ്ങനെ ഒരു ബ്ലോഗ് നിർമ്മിക്കാം, ഒരു അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം, ബ്ലോഗിനകത്ത് എങ്ങനെ ഒരു പോസ്റ്റ് ആഡ് ചെയ്യാം, എങ്ങനെ ചെറുതായിട്ട് എല്ലാം വളരെ രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊരു ബേസിക് മാത്രം എങ്ങനെ ഒരു പോസ്റ്റ് ആഡ് ചെയ്യാം, എങ്ങനെ ബേസിക്കായിട്ട് എങ്ങനെ നമുക്ക് ചെറുതായിട്ട് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ഒരു ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പോസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം, കുറച്ച് മനോഹരമായി. അതിനകത്ത് എങ്ങനെ വീഡിയോ ആഡ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ആഡ് ചെയ്യാം എന്നത് മാത്രമാണ് നോക്കാൻ പോകുന്നത്. ബാക്കി നമ്മൾ ഡിസൈൻ്റെ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് നമ്മളൊരു പോസ്റ്റ് എങ്ങനെ കുറച്ച് വളരെ മനോഹരമായിട്ട് എങ്ങനെ ഒരു പോസ്റ്റ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിക്കൊണ്ട് നിങ്ങളെല്ലാവരും SB മീഡിയ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യുക. മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിർബന്ധമായിക്കൊണ്ടും SB മീഡിയ എന്ന യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ആഡ് ചെയ്യാം, എങ്ങനെ വളരെ മനോഹരമായിട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ SB മീഡിയ എന്ന നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഞാനൊരു പോസ്റ്റ് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് വളരെ വ്യക്തമായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ബ്ലോഗറിനകത്തോട്ട് പോവുകയാണ്. ഞാൻ ബ്ലോഗർ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ SB മീഡിയ എന്ന നമ്മുടെ ബ്ലോഗ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് നമുക്കൊരു പോസ്റ്റ് ആഡ് ചെയ്യാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ SB മീഡിയയുടെ ഡാഷ്ബോർഡിൽ വന്ന് ഇവിടെ ഞാനിപ്പോൾ പോസ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കുറേ പോസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്ത പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഒരു പുതിയൊരു പോസ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ ഈ പെൻസിലിന്റെ ബട്ടണുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷന്റെ ഹെഡിങ് നമ്മൾ പ്ലേ സ്റ്റോറിനകത്തുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിന്റെ ടൈറ്റിൽ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കണം. ഞാനപ്പോൾ ടൈറ്റിൽ കോപ്പി ചെയ്ത്, ഇതാണ് ടൈറ്റിൽ. ഇനി നമുക്ക് ഇവിടെ താഴത്തെ ബോക്സിനകത്തായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് ആഡ് ചെയ്യാം. ആ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ പേസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ കാണുന്ന വേർഡ്സ് ഇതൊരു സബ് ഹെഡിങ് ആണ്. ഇതിനെ കുറച്ച് നമുക്ക് വലുതാക്കണം. അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ വേർഡ്സ് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ നോർമൽ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സബ് ഹെഡിങ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം അത് ഒരു ഹെഡിങ്ങിൻ്റെ രൂപത്തിൽ കുറച്ച് വലുതായിട്ട് മാറിയതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ വേർഡ്സും നമ്മളൊന്ന് ജസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 സബ് ഹെഡിങ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ആ സോഫ്റ്റ്വെയർ. ഞാൻ ഇതിൻ്റെ 1-2 ഇമേജ് ഞാൻ ഇതിനകത്ത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെയായിട്ടാണ് ഒരു ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫോട്ടോൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിനകത്തോടെ ചൂസ് എ ഫയൽ എന്ന് കൊടുത്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾ എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്നും ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫോട്ടോൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസിൽ വ്യത്യാസം വരുത്താൻ ഇവിടെ സാധിക്കുന്നതാണ്. ഞാനിവിടെ ലാർജ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രിവ്യൂ എന്നുള്ളത് കൊടുക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ SB മീഡിയ എന്നുള്ള വെബ്സൈറ്റ്. ഇതിനകത്ത് ഇവിടെ കാണുന്നുണ്ട് അല്ലേ, ഇതിൻ്റെ ഹെഡിങ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ പരസ്യം വരുന്നുണ്ട്. ഈ പരസ്യത്തിനാണ് നമുക്ക് ബ്ലോഗിൽ നിന്ന് പൈസ തരുന്നത്. ഗൂഗിൾ ആഡ്സെൻസ് ഈ പരസ്യം നമ്മൾ ആഡ് ചെയ്യുന്നതിൽ നിന്നാണ് നമുക്ക് പൈസ തരുന്നത്. ഈ പരസ്യം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും കുറച്ച് ബ്ലോഗ് എങ്ങനെ കുറച്ച് മനോഹരമാക്കാം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പോകും. ഇപ്പോൾ നമുക്കൊരു പോസ്റ്റ് എങ്ങനെ കുറച്ച് മനോഹരമാക്കാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ബ്ലോഗിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ ഡിസൈനും എല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റേതായ ഐഡിയയിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ, ഞാൻ ഇതിൻ്റെ ബേസിക് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ഐഡിയയിൽ. ബാക്കി നിങ്ങളുടെ ഐഡിയയിൽ ആഡ് ചെയ്യുക. മനോഹരമാക്കേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മനോഹരമാക്കുക.
അതിനുശേഷം ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള സൈസുകളല്ല വേണ്ടത്, വേറെ ഏതെങ്കിലും സൈസിലോട്ട് കുറച്ചുകൂടി മാറ്റണമെങ്കിൽ ഇവിടെ HTML എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഈ കണ്ടൻസും കാണാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജിൻ്റെ ലെറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇമേജ്. നിങ്ങൾ HTML ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇമേജ് ആയിട്ട് കാണില്ല, HTML കോഡുകളായിട്ടായിരിക്കും ആ ഇമേജ് കാണുക. നിങ്ങൾക്കിവിടെ ഹൈറ്റ്, ആ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ഹൈറ്റ്. ഈ ഹൈറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഡ്ത്ത് എഴുതിയിട്ട് കാണാം. ആ ഇമേജിൻ്റെ ആ പൊസിഷൻ നിങ്ങൾ നോക്കുക, ഇവിടെ വിഡ്ത്ത് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ വിഡ്ത്ത്, ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഇമേജിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് HTML-ലും ഡിസൈൻ ചെയ്യാൻ കഴിയും. അതിന് നമുക്ക് HTML പഠിച്ചിരിക്കണം. നമുക്ക് HTML ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാം. HTML ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുമ്പോഴാണ് വളരെ മനോഹരമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഡൗൺലോഡ് ബട്ടൺ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമല്ലോ. നിങ്ങൾ കാണാം, ഞാൻ തരുന്ന ലിങ്കുകൾ നമ്മുടെ SB മീഡിയയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ SB മീഡിയ എന്ന വെബ്സൈറ്റിനകത്ത് പോകും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിനകത്ത് പോകും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ബട്ടൺ എന്ന് പറഞ്ഞ് അടിച്ച് സെർച്ച് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ ഇമേജ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഒരുപാട് ഡൗൺലോഡ് ബട്ടൻ്റെ ഇമേജുകൾ വന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് സാമ്പിളായിട്ട്. സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഞാനിപ്പോൾ സേവ് ചെയ്തതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇമേജ് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം പഴയ പോലെ തന്നെ ചൂസ് എ ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നതിന് ശേഷം ആ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇമേജ് ഡൗൺലോഡ് ബട്ടൺ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ബട്ടൺ. ഇവിടെ ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ ബ്ലോഗിലോട്ട് അപ്ലോഡ് ആവുന്നതാണ്. ഇതിനെ നമുക്ക് ഒന്നുകൂടി ഇവിടെ ആഡ് സെലക്ട് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡൗൺലോഡ് ബട്ടൺ വന്നതായിട്ട് കാണാം. ഇവിടെ ഞാനിപ്പോൾ സ്മാൾ എന്ന് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം വീണ്ടും ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ബോക്സ് വരും. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, മുകളിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ വെബ്സൈറ്റ് അഡ്രസ്സ് എന്നുള്ളവിടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആര് വന്ന് ഈ ഡൗൺലോഡ് ബട്ടണിൽ ഇനി പ്രസ് ചെയ്യുന്നു നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറിനകത്ത് പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഡൗൺലോഡ് ലിങ്ക് ആയാലും ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇമേജ് തന്നെ വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പേസ്റ്റ് കൊടുത്താൽ, ആ ലിങ്കിനെ പേസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കളറിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ലെറ്ററിൻ്റെ കളറിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾ ഏത് വെബ്സൈറ്റ് ആണോ കൊടുത്തിരിക്കുന്നത്, എന്തിൻ്റെ ലിങ്കാണോ കൊടുത്തിരിക്കുന്നത് അത് ഓപ്പൺ ആവുന്നതാണ്. ഇനി നമ്മൾ നോക്കാം നമുക്കിത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ബട്ടൺ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഡൗൺലോഡ് ബട്ടൺ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എങ്ങനെ കാണുന്നത്, കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മൾ എഴുതിയതെല്ലാം കുറച്ച് മനോഹരമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഡൗൺലോഡ് ബട്ടണും ആഡ് ചെയ്തു. ഇനി ആരെങ്കിലും ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേ സ്റ്റോറിനകത്തുള്ള ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ ഭാഗത്തോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിനകത്ത് വീഡിയോ ആഡ് ചെയ്യുന്നില്ല, എന്നാൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ. അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ ചാനലിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചാനലിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടത് ഹൗ ടു മേക്ക് ബ്ലോഗ് പാർട്ട് 1 എന്നുള്ള ഈ വീഡിയോ വന്നിട്ട് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബിനകത്തുള്ള വീഡിയോ എങ്ങനെ നമ്മുടെ ബ്ലോഗിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഏത് വീഡിയോ ആണോ യൂട്യൂബിനകത്തുള്ള ഏത് വീഡിയോ ആണോ ആ വീഡിയോ ആദ്യം ഓപ്പൺ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SB മീഡിയയിലേക്ക് സ്വാഗതം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെ ഷെയർ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 3 ഓപ്ഷൻ വരും. ഷെയർ, എംബിഡ്, ഇമെയിൽ. ഈ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്തൂടെ എംബിഡ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു HTML കോഡ് കിട്ടും, ഒരു എംബിഡ് കോഡ് കിട്ടും. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഞാനിപ്പോൾ ഈ കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലോഗ് ഓപ്പൺ ചെയ്യുക.
വ്ളോഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഈ വീഡിയോ ആഡ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഈ പിക്ചറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ സൊല്യൂഷൻ എന്നുള്ള ഈ ലെറ്റർ നിങ്ങൾ നോക്കി വെക്കുക, സ്റ്റെപ്പ് സൊല്യൂഷൻ എന്നുള്ളത്. എന്നതിന് ശേഷം നിങ്ങളുടെ HTML എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വേർഡ് ഇവിടെ നോക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്കിവിടെ സ്റ്റെപ്പ് സൊല്യൂഷൻ, നിങ്ങൾക്ക് സ്റ്റെപ്പ് സൊല്യൂഷൻ എന്നുള്ള വേർഡ് ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം. കണ്ടൻസ് HTML കണ്ടൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സൊല്യൂഷൻ എന്നുള്ള പേര് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെങ്കിലും ഏത് കണ്ടൻറ്റ് ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കിവിടെ ക്ലോസ്ഡ് ബാർ കാണാൻ കഴിയും. ഇതിനപ്പുറത്ത് വേണം ആഡ് ചെയ്യാൻ. ഇവിടെ ആഡ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അപ്പുറത്ത് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുന്നുണ്ട്. എൻ്റർ അടിച്ചതിന് ശേഷം ഇവിടെ ആ എംബഡ് കോഡ്, ആ HTML കോഡ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ അവിടെ ആയിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും. ആ കോഡ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വന്നതായിട്ട് കാണാമല്ലേ, www.youtube.embed കോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് ആ കോഡ് ഇപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കോഡ്. ഇനി നിങ്ങൾ ഇവിടെ കമ്പോസ് എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ വന്നതായിട്ട് കാണാം. ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം, അല്ലാതെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബ് വീഡിയോ. ഇനി നിങ്ങൾക്കിവിടെ ഒന്നുകൂടി HTML പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിഡ്ത്ത് കാര്യങ്ങൾ, ആ വീഡിയോൻ്റെ വലുപ്പം മറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ കോഡ് നോക്കുക, ആ കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നോക്കുക. ആ കോഡിനകത്ത് നിങ്ങൾക്കിവിടെ കാണാം വിഡ്ത്ത്, വീഡിയോൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റ്, ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ 315 എന്നുള്ളത് നിങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് വീഡിയോൻ്റെ വലുപ്പം കുറവും വിഡ്ത്ത് ഹൈറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വിഡ്ത്ത് നിങ്ങൾക്ക് വീതി കുറയ്ക്കാനായിട്ട് ഈ 560 എന്നുള്ള ഈ സംഖ്യയിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് അതിൻ്റെ വിഡ്ത്തും കുറയുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ നമുക്കിനി ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ കൊടുക്കാം, എങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ കൂടി വന്നപ്പോൾ എങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്കിപ്പോൾ പ്രിവ്യൂയിൽ കാണാം നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ നമ്മുടെ ഹെഡിങ്, കണ്ടൻറ്റ്, വീഡിയോ, ഇമേജ്, അതിന് താഴെ കണ്ടൻസ്, പിന്നെ ഡൗൺലോഡ് ബട്ടൺ, ഇത് മൂന്നും ഇവിടെ വന്നതായിട്ട് കുറച്ച് മനോഹരമായിട്ട് വന്നതായിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോ വന്നിട്ട് ലെഫ്റ്റ് സൈഡോട്ട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. നമുക്കതിനെ കുറച്ച് സെൻറ്ററിലോട്ട് ആക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതിന് ഒരു HTML കോഡാണ്, നിങ്ങളിത് പഠിച്ചു വെച്ചോളൂ. എന്തൊരു ഇതും ഒരു ഇമേജ് ആയാലും നിങ്ങൾക്ക് HTML വഴി സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു കോഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു HTML കോഡാണ്. നിങ്ങൾ അതിന് HTML എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ നിന്നും കോപ്പി ചെയ്ത ആ എംബഡ് കോഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതാണ് ആ എംബഡ് കോഡ്. എന്നതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് അതിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ നിങ്ങൾ ഇതുപോലെ അടിച്ചു കൊടുക്കുക, സെൻറ്റർ എന്നടിച്ച് ക്ലോസ് ചെയ്യുക. എന്നതിന് ശേഷം ലാസ്റ്റ് ആ വീഡിയോൻ്റെ ലാസ്റ്റ് വീണ്ടും സെൻറ്റർ എന്നടിച്ച് ഒരു സ്ലാഷ് കൂടി അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഒരു സ്ലാഷ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം സെൻറ്റർ എന്നടിക്കുക, ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. കണ്ടോ ആ വീഡിയോ ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്ററിലായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഇപ്പോൾ ഇതാണ് നമ്മൾ മുമ്പുള്ളത്, കുറച്ച് ലെഫ്റ്റിലോട്ട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പ്രിവ്യൂ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കറക്റ്റ് സെൻറ്ററിലായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ വേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സെൻറ്റർ ഈ വീഡിയോ ഈ എംബഡ് കോഡ് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി, എനിക്ക് ഇത്ര മാത്രം മതി, അതുകൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പബ്ലിഷ് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഒരു പോസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എങ്ങനെ ഒരു വീഡിയോ ആഡ് ചെയ്യാം, യൂട്യൂബ് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം, ഒരു ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിനകത്ത് ഡൗൺലോഡ് ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഡൗൺലോഡ് ബട്ടനകത്ത് നമ്മൾ ലിങ്ക് ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കൊരു ഇമേജ്, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് അതിനകത്തും ലിങ്ക് ആഡ് ചെയ്യാം. വേറെ വെബ്സൈറ്റിൻ്റെയോ വേറെ ഡൗൺലോഡിൻ്റെയോ എന്തിൻ്റെയും നിങ്ങൾക്ക് ലിങ്ക് അതിനകത്ത് യൂട്യൂബിൻ്റെയോ എന്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിറയെ പോസ്റ്റുകൾ ആഡ് ചെയ്യുക. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ വെറുതെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും. ഓരോ മോഡലിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് നോക്കുക. ഓരോ ഓപ്ഷൻസ് നിങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാ വീഡിയോസും കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. നമുക്കിനി അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.